CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ എടപ്പാള് നെസ്റ്റോയിൽ വന്നിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഇവിടെ വന്നിരിക്കലുണ്ട്. അങ്ങനെ വന്നിരുന്നതാണ്. ഒരു ചായയും ഒരു കട്ട്ലറ്റും കഴിച്ചു. എന്നിട്ട് ഇവിടെ ഇരിക്കുക. ഇന്ന് വീഡിയോയിൽ വരാൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ടു ഇപ്പോൾ 2 പിള്ളേർ, ഒന്ന് 10 വയസ്സായ ഒരു ആൺകുട്ടി, ഒന്ന് 12 വയസ്സായ ഒരു ആൺകുട്ടി. വീട്ടിൽ സഹോദരങ്ങളോട് എന്തോ വാക്കുതർക്കമുണ്ടായതിനെ ചൊല്ലി തൂങ്ങി മരിച്ചത്. ഈ ഇത്രയും കുഞ്ഞു പിള്ളേർക്കൊക്കെ എവിടുന്നാ ഇതിനൊക്കെ ബുദ്ധി ഉണ്ടാവണമെന്നാണ് നമ്മൾ ചിന്തിക്കണേ, അല്ലേ? ഇവർ ഇത്രയും കുഞ്ഞു പിള്ളേർക്ക് ഈ ആത്മഹത്യ ചെയ്യാനുള്ള കുടുക്കിടാനും ഒക്കെ അറിയുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിത്തമല്ലേ 10 വയസ്സിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവുക. ഇതൊക്കെ എവിടുന്നാ ഈ മക്കൾ പഠിക്കുന്നേ ആവും? പിന്നെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മക്കളേനെ ഇത്രയ്ക്ക് വാശി പിടിപ്പിക്കുന്ന രീതിയിൽ അവരുടെ മനോഭാവം എത്താൻ പാടില്ല. ഒരു വാശിയുടെ പുറത്താണല്ലോ അവരിത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും വാശിയിൽ വരുന്ന രീതിയിൽ അവരുടെ മനോഭാവം എത്താണ്ടിരിക്കാനുള്ളൊരു ശ്രമം വീട്ടിലുള്ള രക്ഷിതാക്കൾ ചെയ്യണം. ഈ 10 വയസ്സായ കുട്ടിയൊക്കെ ജനൽ കമ്പിയുടെ മുകളിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടാവുക, അല്ലേ? എന്തായാലും മക്കളുടെ ഓരോ ബുദ്ധി പോകണം. നോക്കിയേ, ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ ആ പിള്ളേരോട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അത് അറിയാനുള്ള ബുദ്ധി പോലും ഇല്ല അവർക്ക്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ബുദ്ധി ഉണ്ടാവുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊരു കഷ്ടം മക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച. എന്താ മക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ചെയ്യാം നമ്മളല്ലേ? രക്ഷിതാക്കളിപ്പോൾ പറഞ്ഞിട്ടെന്താ, രക്ഷിതാക്കളിപ്പോൾ എപ്പോൾ നോക്കിയാലും പിള്ളേരെ പിന്നാലെ നോക്കി നടക്കുക. ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു രക്ഷിതാവും വിചാരിക്കില്ലേ? അപ്പം നമുക്ക് പോലും ചിന്തയില്ല. അപ്പോൾ അവരുടെ രക്ഷിതാക്കൾക്ക് ചിന്ത ഉണ്ടാവുമോ മക്കളിങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ ചെയ്യുന്നുള്ളത്? എന്തായാലും ഇനിയുള്ള മക്കൾക്കെങ്കിലും അങ്ങനത്തെ ഒന്നും ബുദ്ധി തോന്നാണ്ടിരിക്കട്ടെ. അത് കേട്ടപ്പോൾ വിഷമവും ദേഷ്യവും ചിരിയും എല്ലാം കൂടിയിട്ട് നമുക്ക് വരുന്നത്, അല്ലേ? എനിക്കൊന്നും വിവരമാതിരി എനിക്കൊന്നുമില്ല. ഒരുവിധ ആൾക്കാരൊക്കെ ഒന്നും ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യണതിനെല്ലാം എന്തോ ഒരു കുടുക്കുമാരി എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, കയർ കൊടുക്കുമ്പോൾ അതൊക്കെ എങ്ങനെ കെട്ടുകയെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ അറിയണ്ടാവില്ല. പിള്ളേർ ഇതൊക്കെ എവിടുന്ന് പഠിക്കണമെന്നാണ് ചിന്തിക്കണേ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയപ്പോൾ, വേറെ എന്താ പറയുക, ഇനിയുള്ള മക്കൾക്ക് അങ്ങനെ തോന്നാണ്ടിരിക്കട്ടെ. ഓക്കെ.